എൻ്റെ വോയിസ് കേൾക്കുന്നില്ല? ഓക്കെ അല്ലേ? ആരെങ്കിലും ഒരാൾ എസ് അടിച്ചാൽ മതി. ഓക്കെ. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻ്റർനാഷണൽ എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്കൊരു ബിസിനസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒറ്റക്കായിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റാഫിനെ വെച്ചിട്ടായിരിക്കും നമ്മളതിനെ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യണം, സ്റ്റാഫ് ഉണ്ടെങ്കിൽ ശമ്പളം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അതോടൊപ്പം തന്നെ ഈ ബിസിനസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനുണ്ട്. ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. വളരെ നല്ല രീതിയിൽ കുറേ ഫാമിലിയിലേക്ക് നല്ല ലക്ഷങ്ങൾ വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് വിന്നിംഗ് ടീം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചും ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. പുതിയ വന്ന ആൾക്കാർക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം വഴിയാണ്. ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ടി വിയിലൂടെ പരസ്യങ്ങളിൽ കാണുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കസ്റ്റമറായ നമ്മൾക്ക് യാതൊരുവിധ വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടാറില്ല. സാധനങ്ങൾ ഉപയോഗിക്കാൻ മാത്രമേ അവസരമുള്ളൂ. ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴി പല ഇടനിലക്കാരിലൂടെ മറിഞ്ഞാണ് നമ്മൾ വീട്ടിനടുത്തുള്ള കടയിലെത്തുന്നത്. പരസ്യങ്ങളിലൂടെ ടി വി ചാനൽ വഴി നമ്മൾ അറിയുന്നത്. ഈ ഇത്രയും ഇടനിലക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന അറിഞ്ഞോ അറിയാതെയോ കൺസ്യൂമറായ നമ്മളെല്ലാവരുമാണ്. ഇവിടെ വെസ്റ്റേജ് കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഇടനിലക്കാരെ, പരസ്യക്കാരെ, ടി വി ചാനലിനെ കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് കമ്പനിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഒരു അവസരം ലഭിക്കുന്നത് കൊണ്ട് തന്നെ 60% മാർക്കറ്റിംഗ് കോസ്റ്റ് നമ്മൾക്ക് തന്നെ കമ്പനി ഒരു വരുമാനമാക്കി തരുവാണ്. ചിന്തിച്ച് നോക്കുക, നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നത് കൊണ്ട് നമുക്കൊരു വരുമാനം കിട്ടാറില്ല. ഇനി തൊട്ടടുത്ത് വേറൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പിൽ നിങ്ങൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം തരുവാണെങ്കിൽ നമ്മളെല്ലാവരും ഷോപ്പ് ഒന്ന് മാറ്റൂലേ? അതേപോലെ തന്നെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും. നിങ്ങളുടെ ഷോപ്പ് ഒന്ന് മാറ്റുന്നത് വഴി, നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ബ്രാൻഡുകളെ ഒന്ന് ജസ്റ്റ് മാറ്റുന്നത് വഴി ഒരു ബിസിനസ് ചെയ്യാൻ ഒരു അവസരം നമുക്കിവിടെ ലഭിക്കുക. ഇവിടെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നോ റിസ്ക് ഫാക്ട്, ഒരു ടെൻഷനോ നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. പാർട്ട് ടൈമായിട്ട് ചെയ്യാം. ഒരു ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ ജോലിയോടൊപ്പം തന്നെ കുറച്ച് സമയം ഫ്രീ ടൈം മാറ്റി വെച്ചുകൊണ്ട് അതിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ ഒരു വീട്ടമ്മമാരുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി എല്ലാം കഴിഞ്ഞുള്ള കുറച്ച് സമയം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ ജോലിയുള്ള ആൾക്കാർക്ക് ഈ ബിസിനസ് പാർട്ട് ടൈമായി ചെയ്തുകൊണ്ട് പിന്നീട് ഇത് ഫുൾ ടൈമിലേക്ക് മാറ്റാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1.5 വർഷം പാർട്ട് ടൈമായിട്ടാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ഫുൾ ടൈമിലേക്ക് ഇറങ്ങിയത്. അടുത്തൊരു പ്രത്യേകത, നമ്മൾ ചെയ്യുന്ന ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യുന്ന മറ്റുള്ള ബിസിനസ്സൊക്കെ നമ്മൾ ഒറ്റക്കായിരിക്കും അല്ലെങ്കിൽ സ്റ്റാഫിനെ വെക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ടീം വർക്കാണ്. നമ്മളെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് മാറി നിന്നാൽ പോലും ബിസിനസ് റണ്ണിങ് ആയിരിക്കും. ആ ലെവലിലേക്കായിരിക്കും ടീം വർക്കിൻ്റെ പ്രയോജനം. അടുത്തത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. എല്ലാ രാജ്യത്തും ഒരേ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്. ഇപ്പം ദുബായ്, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരു സാധാരണ പ്രൊഡക്റ്റ് ഒന്നും അവിടെ ലോഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അത്രക്കും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അവിടേക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ നേരത്തെ ഞാൻ ഈ ബിസിനസ് ഇത്ര സീരിയസ് ആയി ചെയ്യാനുള്ള കാരണം പാസീവ് ഇൻകമാണ്. നമ്മളെല്ലാവർക്കും ജോലി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്രത്തോളം ജോലി ചെയ്യുന്നുണ്ടോ ആ സമയം വരെ നമുക്ക് വരുമാനം കിട്ടാറുള്ളൂ അല്ലേ? 50, 55, 60 വയസ്സ് വരെയൊക്കെ നമുക്ക് ചിലപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനപ്പുറം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇവിടെ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത, അത്ര ഒന്നും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1, 2, 3 വർഷം വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ കാണാനും പഠിക്കാനും തയ്യാറാണെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോബ് ഉപേക്ഷിച്ചുകൊണ്ട് ഇതിലേക്ക് വന്നത്. 1.5 വർഷം മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഇപ്പോൾ ജോബ് റിസൈൻ ചെയ്ത് ഫുൾ ടൈമായിട്ട് ഇപ്പോൾ 3.5 വർഷമായിട്ട് ഒരു പാസീവ് ഇൻകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എൻ്റെ ആബ്സെൻസിൽ ഞാൻ മാറി നിന്നാൽ പോലും എനിക്കിപ്പോൾ അതിനകത്ത് വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. വേറൊരു പ്രത്യേകത, ഇന്ന് നമ്മൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ശമ്പളം ഉണ്ടാവും അല്ലേ? ആ ശമ്പളം ചിലപ്പോൾ അതേ ശമ്പളം ആയിരിക്കും ഒരു വർഷങ്ങളോളം കിട്ടുന്നുണ്ടാവുക. അതൊരു 1000, 2000 കൂടണമെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത, ഒരു 25,000, 30,000 ഒക്കെ വരുമാനം എത്തുന്നവരെ കുറച്ച് കഷ്ടപ്പെടേണ്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 25,000, 50,000 ആവാനും, 50,000 1 ലക്ഷം ആവാനും, 1 ലക്ഷം 2 ലക്ഷം ആവാനും തുച്ഛമായ സമയം മതി. 2 3 മാസം കൊണ്ട് തന്നെ ഈ 1 ലക്ഷങ്ങൾക്ക് മാറ്റി ഡബിളായി പോകാൻ സാധിക്കുന്ന ഹൈ റിട്ടേൺസ് ആണ് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ലഭിക്കുന്നത്. വേറെ ഒരു മേഖലയിലും അത് അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ ഞാനൊക്കെ ദുബായിൽ 20 വർഷം വർക്ക് ചെയ്ത സമയത്ത് ഒരു 5 വർഷത്തോളം ഒരേ ശമ്പളത്തിൽ വർക്ക് ചെയ്തതാണ്. ആ സമയത്ത് കൊറോണ വന്ന സമയത്ത് ശമ്പളം നേരെ പകുതിയാവുകയും ചെയ്തത്.
ഇവിടെ ഈ ഒരു അവസരം കൊറോണ വന്നാൽ എന്ത് വന്നാലും നമുക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടും വരാമെന്നില്ല. ഹൈ റിട്ടേൺസ് ആണ് ഈ ഒരു ബിസിനസ് നമുക്ക് ലഭിക്കുന്നത്. എക്സ്റ്റെൻസീവ് ട്രെയിനിങ് ആണ്, നല്ല രീതിയിലുള്ള ട്രെയിനിങ്സ് കമ്പനിയും വിനിങ് ടീമും നമുക്ക് തരുന്നുണ്ട്. ബിസിനസ് പഠിക്കാനും വളരാനും ഓരോ വിധത്തിലുള്ള പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയിക്കോട്ടെ, സിസ്റ്റം ട്രെയിനിങ് ആയിട്ട് എല്ലാം നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. കമ്പനിയുടെ പേര് ഓൾറെഡി നമ്മൾ അന്ന് പറഞ്ഞതാണ്, എന്നാണ് പുതിയ ആൾക്കാർക്ക് കൊണ്ടുവരാൻ. 2004 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറുമായി സ്റ്റാർട്ട് ചെയ്ത കമ്പനി. 10 പ്രൊഡക്റ്റ് ആയിരുന്നു 2004 മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നത്. ഇന്ന് 20 വർഷം കംപ്ലീറ്റ് ആയപ്പോൾ 450 പരം പ്രൊഡക്റ്റും 5000-ലധികം ഓഫീസും 5 കോടിയിലധികം ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനിയായി മാറിയിട്ടുണ്ട്. 8ഓളം രാജ്യങ്ങൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു കമ്പനി. ഇദ്ദേഹമാണ് നമ്മുടെ കമ്പനി ഫൗണ്ടർ മിസ്റ്റർ ഗൗതം ബാലി സാർ. ഏകദേശം 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഹൈ വിഷണറി ആയിട്ടുള്ള ലീഡറാണ്. മലേഷ്യൻ കമ്പനിയിലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ CEO ആയിരുന്നു ഇദ്ദേഹം. അത്രയും ഹൈ എക്സ്പീരിയൻസ് ആണ്. മലേഷ്യ പോലുള്ള ഒരു ചെറിയ രാജ്യത്ത് ഇത്രയും റിച്ച് ആൾക്കാരെ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഡയറക്ട് സെല്ലിങ്ങിലൂടെയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ 140 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയിൽ എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന ഒരൊറ്റ വിഷൻ ഇന്ന് ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചുകൊണ്ടിരുന്ന കമ്പനിയുടെ ഫൗണ്ടറാണ് മിസ്റ്റർ ഗൗതം ബാലി സാർ. ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇന്ത്യ കൂടാതെ ബംഗ്ലാദേശ്, നേപ്പാൾ, UAE, ഫിലിപ്പീൻ, ഘാന, സൗദി അറേബ്യ, ഫിലിപ്പീൻ, ഐവോറി കോസ്റ്റ് കുറേ രാജ്യങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുക, 30 രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കമ്പനിക്ക് ഒരുപാട് അവാർഡ്സും റെക്കഗ്നേഷനും കിട്ടിയ കമ്പനിയാണ്. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ അവാർഡ് 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ അവാർഡ് 2017, 2018, ഗ്ലോബൽ 100 അവാർഡ്, ലോകത്തെ ഏറ്റവും നല്ല കമ്പനിക്കുള്ള അവാർഡ്സിൽ ആദ്യത്തെ 100 പ്ലേസിൽ ഒരൊറ്റ ഇന്ത്യൻ കമ്പനി മാത്രമേ ഉള്ളൂ, അത് വെസ്റ്റീജ് ആണ്. അതുപോലെ ഗ്രേറ്റ് പ്ലേസ് വർക്കിംഗ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. നാഷണൽ ബെസ്റ്റ് എംപ്ലോയ്മെന്റ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് 2021, 2022, 2023 ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രസ്റ്റഡ് പ്രൊഡക്റ്റിനുള്ള അവാർഡും വാങ്ങിച്ചൊരു കമ്പനിയാണ്. ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കുള്ള അവാർഡും വെസ്റ്റീജിന് ലഭിച്ചിട്ടുണ്ട്. കുറേ കാറ്റഗറി വൈസ് പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ കഴിഞ്ഞ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. 450 പരം പ്രൊഡക്റ്റുകളുണ്ട്. അതിനെ കുറച്ച് ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞുതരാം. എല്ലാം പറയാൻ സമയം ഉണ്ടാവില്ല. എങ്കിലും നമുക്കറിയാം, ഇന്ന് നമ്മളെല്ലാവരും അസുഖങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിക്കൊണ്ടല്ലേ. ആരോഗ്യം ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഡോക്ടർമാരും ആരോഗ്യം ഉണ്ടാക്കാൻ പറയാറില്ല. അസുഖങ്ങൾ വന്നാൽ അതിനെ ചികിത്സിക്കാനുള്ള മെഡിസിനാണ് നമുക്ക് ഡോക്ടർമാർ തരുന്നതെങ്കിൽ അസുഖം വരാതെ നമുക്ക് നോക്കാൻ ആരും ശ്രദ്ധിക്കാറില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നത്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നമുക്ക് പല പല അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെസ്റ്റീജിൻ്റെ ഒരുപാട് ഹെൽത്ത് സപ്ലിമെൻറ്റ്, ഫുഡ് സപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ പല ആൾക്കാർക്കും മുട്ടുവേദന അനുഭവപ്പെടാറുണ്ടല്ലേ. ഇവിടെ മുട്ടുവേദനയ്ക്ക് വളരെ വണ്ടർഫുൾ റിസൾട്ടുള്ള റസീന ഒന്ന് കൈ മാറ്റാവോ? റസീനയുടെ കൈ ഒന്ന് മാറ്റാവോ? ബോർഡ് സ്ക്രീൻ മൊത്തം മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഒന്ന് കൈ മാറ്റി മൊബൈലിയുടെ സൈഡിൽ വെക്കും കേട്ടോ. ജോയിൻറ്റ് പെയിൻ, മുട്ടുവേദന വരുന്ന സമയത്ത് നമ്മളെ എല്ലുകൾക്കിടയിലുള്ള സൈനോവൽ ഫ്ലൂയിഡിൻ്റെ അഭാവം മൂലമാണ് നമുക്ക് മുട്ടുവേദന വരുന്നത്. അതിന് ഗ്ലൂക്കോസമിനും കൊണ്ട് നമുക്ക് എല്ലുകൾക്കിടയിൽ സൈനോവൽ ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവും. ആ മുട്ടുവേദന നമുക്ക് ഇല്ലാതാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. കാൽസ്യം, എല്ലുകളുടെ ശക്തി കൂട്ടാൻ പറ്റുന്ന കാൽസ്യം ഉണ്ട്. അതിനോടൊപ്പം CMD എന്നൊരു പ്രൊഡക്റ്റും കൂടെ, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സും കൂടെ, അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതുകൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുട്ടുവേദന അതുപോലെ ജോയിൻറ്റ് പ്രോബ്ലംസ് ഒക്കെ നല്ല സൊല്യൂഷൻ, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ ഷുഗറിൻ്റെ പ്രശ്നം എല്ലാ ആൾക്കാരും, മിക്ക വീടുകളിലും ഷുഗർ പ്രോബ്ലം ഉണ്ടാവാറുണ്ടല്ലേ. അതിന് നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാലും അത് മെഡിസിൻ കണ്ടിന്യൂ ലൈഫ് ലോങ് കഴിക്കുന്ന ലെവലിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇൻസുലിനിലേക്ക് പോകും, ഡയാലിസിലേക്ക് വരെ പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന നീമിൻ്റെ ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. 360 രൂപയുള്ളൂ അതിന്. അത് ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ ഏകദേശം ഷുഗർ കൺട്രോൾ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. കണ്ടിന്യൂ ഉപയോഗിക്കുക. ഷുഗർ അതിൻ്റെ കൂടെ ഗ്ലൂക്കോ ഹെൽത്തും കൂടെ ഉപയോഗിക്കണം. കാരണം ഷുഗർ കൂടുതൽ ആൾക്കാർക്ക് ബോർഡർ ലെവലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ നീമിൻ്റെ കൂടെ ഗ്ലൂക്കോ ഹെൽത്തും കൂടെ ഉപയോഗിക്കുക. അത് ഞാൻ ഗ്ലൂക്കോ ഹെൽത്തും കൂടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതോടെ തന്നെ മധുരം, പഞ്ചസാരയുടെ ഉപയോഗം, നമുക്ക് ചായവിൻ്റെ അപ്പുറം മധുരം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് സ്റ്റിവിയ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ മധുരം ഉണ്ടാകും. ചായക്ക് പഞ്ചസാര ഉപയോഗിക്കാതെ തന്നെ ചായ കുടിക്കാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തത് പ്രതിരോധ ശേഷി. നമുക്കറിയാം, ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ വെസ്റ്റീജിലൊക്കെ 5ഓളം പ്രൊഡക്റ്റുകൾ പ്രതിരോധ ശേഷി കൂട്ടാൻ സാധിക്കുന്ന പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് സ്പിറുലിനയാണ്, സൂപ്പർ ഫുഡ് ഓഫ് എർത്ത് എന്നറിയപ്പെടും. കടൽ പായൽ, ഒരു നീല കളർ ഒരു ആൽഗയെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഇത് പല ആൾക്കാരും ഇത് ഉപയോഗിക്കാറുണ്ട്. ഫുഡ് സപ്ലിമെൻറ്റ്സ് പല പല കമ്പനികൾക്കുണ്ട്. നമ്മുടെ വെസ്റ്റീജിന് ഇത് വളരെ നോർമൽ ആയിട്ടുള്ള വിലയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. നാസയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇതൊരു ഫുഡായിട്ടാണ് കൊണ്ടുപോകുന്നത്, അവർക്ക് അവിടെ കഴിക്കാൻ വേണ്ടിയുള്ളത്.
രാവിലെ എഴുന്നേറ്റ് രാവിലെ ഒന്ന് കഴിച്ച് നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സ്പിരുലിന ഉപയോഗിക്കുകയാണെങ്കിൽ ഫുൾ എനർജറ്റിക് ആയിട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കുന്നു. അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ നോനി ഉണ്ട്, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ആദ്യത്തെ മഞ്ഞപ്പാലിൽ നിന്നെടുത്തൊരു പ്രൊഡക്റ്റാണ്. ഹൈ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റാണ്. ചെറിയ എന്താ പറയുക, നിങ്ങൾ ഒട്ടും പ്രായമാവാതെ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്കൊക്കെ പല പല അസുഖങ്ങൾ വരുന്ന കണ്ടിട്ടുണ്ടോ അല്ലേ, അവർക്കൊക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വണ്ടർഫുൾ റിസൾട്ടുള്ള പ്രൊഡക്റ്റാണത്. അതുപോലെ അലോവേര ഉണ്ട്, ആംലയുണ്ട്. ആംല നമുക്കറിയാം നെല്ലിക്ക. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇത് രാവിലെ ഒന്ന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഇന്ന് സ്കൂളിലെ കുട്ടികൾക്ക് ജലദോഷം പനിയും ഒക്കെ പല പല അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ടാവും. വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അത് മാത്രമല്ല, നമുക്ക് പനി ജലദോഷം തുമ്മലൊക്കെ വരുന്ന സമയത്ത് ഡോക്ടർക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ആംല 2 വെച്ച് 3 നേരം കഴിച്ചാൽ തന്നെ നമുക്കൊരു വൈകുന്നേരം ആകുമ്പോൾ റിലാക്സ് ആയി കിട്ടുന്നുണ്ട്. അത്രയ്ക്കും നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണത്. അതുപോലെ വെസ്റ്റേജ് പ്രൈമിലേക്ക് പോകുമ്പോൾ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു പ്രൊഡക്റ്റാണ്. ചെറിയ കുട്ടികളുടെ മുഖത്തൊക്കെ ഒരു വെള്ള പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനൊക്കെ ഈ ഒരു മൾട്ടി വിറ്റാമിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ കോംബയോട്ടിക്സ് ഉണ്ട്, ക്രിൽ ഓയിൽ ഉണ്ട്, സീബക്തോം ഉണ്ട്. ഇതൊക്കെ നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഡീറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ്റെ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ ഫൈബർ, മലബന്ധം, പൈൽസ് ഒക്കെ പോലുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ല റിസൾട്ടുള്ള സപ്ലിമെൻ്റ് ആണ്. പൈൽസ് വെച്ചാൽ നമ്മുടെ ലേഡീസിന് തന്നെ ഹിമാലയയുടെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് ലേഡീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ. ഈ ഒരു ഫൈബർ ഉപയോഗിക്കാൻ തന്നെ വളരെ വണ്ടർഫുൾ റിസൾട്ടാണത്. അതുപോലെ തന്നെ ഐ സപ്പോർട്ട് ഉണ്ട്. ഇപ്പം ചെറിയ കുട്ടികളെടുക്കുക, 5 വയസ്സുള്ള കുട്ടികളെ ഇപ്പോൾ കണ്ണട വെക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. മൊബൈലിൻ്റെ ഉപയോഗം മുഴുവൻ നമ്മുടെ കുട്ടികൾക്ക് അമ്മമാർ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയൊക്കെ മൊബൈൽ കൊടുത്തുകൊണ്ടായിരിക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ടാവില്ലേ. 5 വയസ്സും 6 വയസ്സുള്ള ചെറിയ കുഞ്ഞുങ്ങൾ വരെ കണ്ണട വെച്ച് നടക്കുന്നുണ്ടാവും. അതുപോലെ പ്രായമാകുമ്പോൾ 30-35 വയസ്സാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ണട വെക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഐ സപ്പോർട്ടും അതിൻ്റെ കൂടെ വൈറ്റൽ കോംപ്ലക്സും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വണ്ടർഫുൾ റിസൾട്ടാണ്. കണ്ണിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നൊരു പ്രൊഡക്റ്റാണത്. അതുപോലെ ഗാൻഡോർമ എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്, മഷ്റൂം, റെഡ് മഷ്റൂമാണ്. ഈ ഗാൻഡോർമയുടെ കൂടെ ഫ്ലാക്സ് ഓയിലും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിനിൽ നിന്ന് നല്ല രക്ഷ നേടാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ കുർക്കുമിൻ പ്ലസ് ഉണ്ട്. നിരവധി പ്രൊഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ നമ്മൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ വീസ്ലിം ഷെയ്ക്ക് ഉണ്ട്, വീസ്ലിം ടീ ഉണ്ട്, വീസ്ലിം ക്യാപ്സൂൾ ഉണ്ട്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ അമിതവണ്ണം കുറക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ ലേഡീസിൻ്റെ ആരോഗ്യത്തിന് നിരവധി പ്രൊഡക്റ്റുകളാണ്. അയൺ ഫോളിക് ഉണ്ട്, ശതാവരി മാക്സ് ഉണ്ട്, അതുപോലെ ക്രാൻബെറിയിലുണ്ട്. ശതാവരി മാക്സ് നമുക്കറിയാം ഇറഗുലർ പീരീഡ്സ് ഉള്ള ലേഡീസിനൊക്കെ ഒരു നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. അത് മാത്രമല്ല ഗർഭാശയം മുഴുവനുള്ള അസുഖങ്ങൾ, ഇപ്പം നാട്ടിലറിയാം പല സ്ത്രീകൾക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ഗർഭപാത്രം എടുത്ത് കളയുന്ന ഒരു പ്രശ്നം, വയറ്റിൽ മുഴ വന്നു, അങ്ങനെ പല പല പ്രോബ്ലംസ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഇന്നതൊരു സുലഭമായി വന്നുകൊണ്ടിരിക്കും, എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. ഈ ശതാവരി മാക്സ് സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക, വളരെ വണ്ടർഫുൾ റിസൾട്ടാണത്. അതുപോലെ ക്രാൻബെറി യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഈ ക്രാൻബെറി വളരെ നല്ല റിസൾട്ടാണ്. അതുപോലെ ഹാർട്ടിൻ്റെ സംരക്ഷണത്തിനുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പേടി ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ് അല്ലേ. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്ലാക്സ് ഓയിൽ ഉണ്ട്, കോൺസമി ക്യൂട്ടൻ, എല്ലാർജിൻ. ഈ ഒരു 3 പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വണ്ടർഫുൾ റിസൾട്ട് തോന്നുന്ന പ്രൊഡക്റ്റാണ്. ഈ ഫ്ലാക്സ് ഓയിൽ എന്ന് പറഞ്ഞാൽ രക്തധമനികൾക്കുള്ള ഈ ബ്ലോക്കൊക്കെ അലിയിച്ച് കളയാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് അത് ഫ്ലാക്സ് ഓയിൽ. അതെല്ലാവരും റെഗുലറായിട്ട് ഉപയോഗിക്കുക. പ്രായം നോക്കണ്ട, അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ, നമ്മൾക്ക് എല്ലാവർക്കും പ്രായം 25 വയസ്സായാലും അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ ആയുർവേദിക്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. റെസ്പോ കെയർ, കഫക്കെട്ടിന് നല്ല വണ്ടർഫുൾ റിസൾട്ടാണ് റെസ്പോ കെയർ. വൈറ്റൽ കോംപ്ലക്സ് കണ്ണിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. കിഡ്നി ഹെൽത്ത് ആൻഡ് ലിവർ ഹെൽത്ത്, ഫാറ്റി ലിവറിനെ പോലെയുള്ള ഒരുപാട് പ്രോബ്ലം ആൾക്കാരുണ്ടല്ലേ. ലിവർ ഹെൽത്ത് വളരെ നല്ല റിസൾട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. കിഡ്നി ഹെൽത്തും ഉണ്ട്. അതുപോലെ പ്രോക്കാർഡ്, ഹാർട്ടിനെ സംരക്ഷിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ ഹെൽത്ത് ഫുഡിലേക്ക് പോകുമ്പം കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ, WHO അംഗീകരിച്ച ഏറ്റവും നല്ലൊരു കുക്കിംഗ് ഓയിലാണ്. ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്ത തവിടെണ്ണയാണ്. ഇതൊരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവലിനൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന തവിടെണ്ണയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തവിടെണ്ണയാണ്. സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന തവിടെണ്ണ പോലെ അല്ല, വളരെ നല്ല ടേസ്റ്റുള്ള തവിടെണ്ണ. അത് മാത്രമല്ല, ഇന്ന് നാട്ടിൽ വെളിച്ചെണ്ണയുടെ വില തന്നെ 1 ലിറ്ററിന് 250 രൂപയോടെ ആയിട്ടുണ്ട്. നമ്മളെ 2 ലിറ്ററിൻ്റെ തവിടെണ്ണക്ക് 450 രൂപയുള്ളൂ. ആ വെളിച്ചെണ്ണ പോലത്തെ എണ്ണയല്ല ഇത്. വളരെ നല്ലൊരു ഓയിലാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ മാസം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറൊരു വെളിച്ചെണ്ണയോ വേറൊരു കുക്കിംഗ് ഓയിൽ വാങ്ങിക്കാൻ സാധിക്കില്ല. അത്രക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന കുക്കിംഗ് ഓയിലാണ്. അതുപോലെ ഒറിജിനൽ ചായൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നമ്മുടെ വെസ്റ്റീജിൻ്റെ ചായപ്പൊടി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. 2 തരം ചായയുണ്ട്, സ്പൈസ് ടീ ഉണ്ട്, അതുപോലെ കോഫി പൗഡർ ഉണ്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോട്ടീൻ പൗഡർ ഉണ്ട്. നമ്മൾ ഹോർലിക്സും ബൂസ്റ്റൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലടങ്ങിയതിനേക്കാളും കൂടുതലായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയ ഇൻവിഗോയുടെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ അരിയാഹാരമാണല്ലോ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ്, പച്ചരിനെ കൊണ്ടുണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലിയൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല, വയറ് നിറക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഹൈ വൈറ്റമിൻസ് അടങ്ങിയ വണ്ടർഫുൾ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റുകളാണ്.
അതുപോലെ ഫ്രഷ്നപ്പ് ഡ്രിങ്ക് ഉണ്ട്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നാക്ക് ബാറുകളുണ്ട്. ഇതൊക്കെ നിരവധി പ്രൊഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. സബ്ലിംഗൽ സ്പ്രേ, നാക്കിനടിയിലോട്ട് അടിച്ചു കൊടുക്കാൻ പറ്റുന്ന വൈറ്റമിൻ ഡി സ്പ്രേ, വൈറ്റമിൻ B12 സ്പ്രേ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, മൾട്ടി വിറ്റാമിൻ സ്പ്രേ ഉണ്ട്. ഈ വൈറ്റമിൻ B12 വൈറ്റമിൻ ഡിയിലൊക്കെ പ്രോബ്ലം കാരണമാണ് ഇന്ന് നമുക്ക് പല പല അസുഖങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് ലേഡീസൊക്കെ വീട്ടിന് പുറത്തിറങ്ങാത്ത ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വൈറ്റമിൻ ഡിയുടെയും വൈറ്റമിൻ B12 ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞ് വീണ്, നമ്മുടെ വീട്ടിലൊക്കെ അടുത്തുള്ള ആളൊക്കെ ഒരു കുഴഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ ഒരു സബ്ലിംഗൽ സ്പ്രേ എടുത്ത് വൈറ്റമിൻ ഡിയുടെ വൈറ്റമിൻ B12 ഒക്കെ സ്പ്രേ എടുത്ത് നാക്കിനടിയിലൂടെ അടിച്ചു കൊടുത്ത് ആൾ എഴുന്നേറ്റ് നടന്നു പോകുന്നുണ്ടോ. അത്രക്കും വണ്ടർഫുൾ റിസൾട്ടാണ്. ഇപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണല്ലേ, ആംബുലൻസ് വരണം, ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആ സമയത്ത് ചിലപ്പോൾ ആൾ ബാക്കി പോലും ആവില്ല. ഈ ഒരു സ്പ്രേ കയ്യിലുണ്ടെങ്കിൽ പരമാവധി ആൾക്കാരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ. അത്രക്കും വണ്ടർഫുൾ റിസൾട്ടാണത്. അതുപോലെ ഓറൽ കെയറിൽ പോകുകയാണെങ്കിൽ 3 തരം പേസ്റ്റ് ഉണ്ട്. 67 രൂപയുടെ ഒരു പേസ്റ്റ് നമ്മളെ പല്ലുവേദനയ്ക്കും വായപ്പുണ്ണിനും പല്ല് പുളിപ്പിനും മോണപ്പഴപ്പിനൊക്കെ വളരെ വണ്ടർഫുൾ റിസൾട്ടുള്ള പേസ്റ്റുകളുണ്ട്. മൗത്ത് വാഷ് ഉണ്ട്, ബ്രഷ് ഉണ്ട്. പേഴ്സണൽ കെയറിൽ നിരവധി പ്രൊഡക്റ്റുകളാണ്. സൺ ക്രീം, BB ക്രീം, ഫെയർനെസ് ക്രീം, ബോഡി ലോഷൻ, മോയ്സ്ചറൈസ് ക്രീം, ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, ഡിയോഡറൻസ്, പെർഫ്യൂംസ്, പോക്കറ്റ് പെർഫ്യൂംസ്, സോപ്പ്, TFM 76 മേലുള്ള സോപ്പാണ്. അതുപോലെ ഒരു 129 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെയിൻ റിലീഫ് ക്രീം ഉണ്ട്. വളരെ വണ്ടർഫുൾ റിസൾട്ടുള്ള ക്രീമാണ്. 129 രൂപയല്ലേ വിലയുള്ളൂ. നിങ്ങളത് ഒരൊറ്റ പ്രാവശ്യം അപ്ലൈ ചെയ്ത് തന്നെ നിങ്ങൾക്ക് അത്രക്കും നല്ല പെയിൻ റിലീഫ് കിട്ടുന്ന സാധനമാണ്. അതുപോലെ മുടി സംരക്ഷണത്തിനായിട്ട് ഹെയർ സ്പാ കണ്ടീഷണർ, ഹെർണിക ഫ്ലവറിൻ്റെ ഹെയർ ഓയിൽ ഉണ്ട്, മുടി സംരക്ഷണത്തിനാണ്. അതുപോലെ ഷാംപൂസ് അവൈലബിൾ ആണ്. പല ടൈപ്പ് ഷാംപൂസ് ഉണ്ട്. താരനും തലയിലെ പേനും പോകാനുള്ള മുടി പൊട്ടിപ്പോകുന്നതിനുള്ള വളരെ നല്ല റിസൾട്ടുള്ള ഷാംപൂസ് അവൈലബിൾ ആണ്. അതുപോലെ 100% നാച്ചുറൽ ആയിട്ട് പപ്പായ സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, മഡ് മാസ്ക്, ഹെയർ മാസ്ക്, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ വണ്ടിയുടെ എൻജിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കുന്ന എൻജിൻ ഓയിലിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണത്. മാച്ച് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് വണ്ടി, നമ്മളൊരു പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ ഒരു സാധനം അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുത്തൻ വണ്ടി നമ്മളെ ഷോറൂമിൽ നടക്കുന്ന ആ ഫീലിങ്സ് അതിൽ കിട്ടുന്നുണ്ടാവും. അത്രയ്ക്കും നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റാണിത്. 2 വീലർ ആയിക്കോട്ടെ, 4 വീലർ ആയിക്കോട്ടെ, ഏത് വണ്ടിക്കാലും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. 2 വീലറിന് സെപ്പറേറ്റ് ആണ്, 4 വീലറിന് സെപ്പറേറ്റ് ആണ്. അതുപോലെ ഹൈ വേസ്റ്റ് ക്ലീനിങ് സെക്ഷനിൽ പോവുകയാണെങ്കിൽ ഡിഷ് വാഷ്, ഡിറ്റർജൻറ്റ് പൗഡർ, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, ഡിറ്റർജൻറ്റ് പൗഡർ, ഗ്ലാസ് ക്ലീനർ, എയർ ഫ്രഷ്നർ, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. ഇതൊക്കെ കെമിക്കൽ ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫ് ലോങ് കസ്റ്റമറായി മാറുന്നുണ്ടാവും. അത്രക്കും ക്വാളിറ്റി അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഒരു നോർമൽ വിലയിലാണ് കിട്ടുന്നത്. ജെൻസിന് പറ്റിയ ബാത്തിങ് ബാർ, ഫേസ് വാഷ്, ഡിയോഡറൻസ് ഉണ്ട്. ലേഡീസിന് ലിപ് ബാമുകളുണ്ട്, ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, നെയിൽ പോളിഷുകൾ, നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ മുഖ സൗന്ദര്യത്തിന് നമുക്കറിയാം, ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളെ മുഖത്തെ ചുളിവുകളൊക്കെ വരാൻ തുടങ്ങും, പ്രായമായി തോന്നാൻ തുടങ്ങും, നമുക്ക് വിഷമം വരാൻ തുടങ്ങും അല്ലേ. നമ്മുടെ സൗന്ദര്യം അതേപോലെ 50 വയസ്സും 60 വയസ്സും ആകുമ്പോൾ ആ സൗന്ദര്യം നിലനിർത്താൻ ആഗ്രഹം, സുന്ദരമാരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്കിൻ ഫോർമുല 9 പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. നമ്മുടെ മുഖത്തിൻ്റെ 3 ലെയർ വരെ പോയി റിപ്പയർ ചെയ്തെടുക്കുന്ന സൗന്ദര്യം അതുപോലെ കാത്തുരക്ഷിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. യൂത്ത് എലിക്സർ, ബ്ലമിഷ് ജെല്ല്, അതുപോലെ അണ്ടർ ഐ സെറം, കണ്ണിനടിയിലുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാൻ പറ്റുന്ന വണ്ടർഫുൾ പ്രൊഡക്റ്റാണിത്. അതിൽ കുറേ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അതുപോലെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, നമ്മുടെ ശുദ്ധമായ വെള്ളം. ഇന്ന് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ എന്താ വീണ് കിടക്കുന്ന പോലും നമുക്ക് നോക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ്. നമ്മൾ അതുകൊണ്ട് എന്താ ചെയ്യുക, വെള്ളം തിളപ്പിച്ച് കുടിക്കും. തിളപ്പിച്ച് കുടിക്കുന്ന സമയത്ത് അതിനകത്ത് മിനറൽസ് കംപ്ലീറ്റ് നഷ്ടപ്പെടും. ഇതുകൊണ്ടാണ് നമുക്ക് പല പല അസുഖങ്ങൾ വരുന്നത്. ആൾക്കാർ തിളപ്പിച്ച് കുടിച്ചാൽ ഭയങ്കര സംഭവം വെച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. ഇവിടെ തിളപ്പിച്ച് കുടിക്കുന്ന സമയത്ത് അതിനകത്ത് മിനറൽസ് നഷ്ടപ്പെടുകയാണ്. നമ്മൾ ശുദ്ധമായ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാട്ടർ പ്യൂരിഫയർ, ജപ്പാൻ കമ്പനിയായ ഷാർപ്പ് കമ്പനി വേസ്റ്റേജിന് വേണ്ടി പാറ്റന്റ് ചെയ്ത പ്രൊഡക്റ്റാണ് വാട്ടർ പ്യൂരിഫയർ. അതും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. നമുക്ക് പുറത്തൊക്കെ കറങ്ങാൻ പോകുന്ന ആൾക്കാർ, അന്യ സംസ്ഥാനത്തൊക്കെ കറങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. മൂകാംബിക ക്ഷേത്രങ്ങളും പല പല സ്ഥലങ്ങൾ, ദൂരയാത്ര, ഊട്ടി, കൊടൈക്കനാൽ പോകുന്ന സമയത്ത് അവിടുത്തെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസ് മോഷൻ, പല പല പ്രോബ്ലംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് അല്ല. മൂകാംബിക ക്ഷേത്രത്തൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ നമുക്കൊക്കെ ഫുഡ് പോയ്സൺ ആയിട്ട് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. അപ്പോൾ കൊണ്ട് നടക്കാൻ പറ്റുന്ന പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. അതുപോലെ ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അഗ്രി പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി പ്രൊഡക്റ്റാണ്. കൃഷിയുടെ നമുക്ക് ചെലവ് ചുരുക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഫലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ നിരവധി പ്രൊഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അതോടൊപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ CMD എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലെ മിനറൽസിൻ്റെ 84 മിനറൽസും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടാവും. ഇത് അമേരിക്കയിലുള്ള ലൂട്ട തടാകത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. ഗിന്നസ് റെക്കോർഡാണ്. വളരെ 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 വണ്ടർഫുൾ റിസൾട്ടുള്ള പ്രൊഡക്റ്റ്. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് തന്നെ പല പല അസുഖങ്ങൾക്കും നിങ്ങൾക്ക് മോചനം കിട്ടുന്നുണ്ടാവും. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത്, ഇപ്പോൾ കാതർച്ച വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് 2 ഡ്രോപ്സ് ഇതിനകത്ത് ഉറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല അസുഖങ്ങളും മാറിക്കിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാ ദിവസവും വെള്ളം കുടിക്കുന്ന സമയത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 7 ഡ്രോപ്സ് ഉറ്റിച്ച് കൊടുക്കുക. ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റും. 21 ഡ്രോപ്സ് മിനറൽസ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ
ഹെൽത്തി ആയിട്ടൊരു വ്യക്തിയെ മാറാൻ സാധിക്കുന്ന പല പല പ്രോബ്ലംസും, ഹാർട്ട് പ്രോബ്ലം അല്ലെങ്കിൽ ജോയിൻറ്റ് പ്രോബ്ലം, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിക്കുമ്പം മാറ്റി നിൽക്കാൻ സാധിക്കുന്ന പല ആൾക്കാർ, ഒരാഴ്ച 2 ആഴ്ച മുന്നേ ആൾക്കാർ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കൊണ്ട് അതിമറന്നുകൊണ്ട് അത്രയ്ക്കും സന്തോഷം കൊണ്ട് മെസ്സേജ് വളരെ സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്രയ്ക്കും നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ പലർക്കും ചിന്തിക്കുന്നുണ്ടാവും ഇതിന് സർട്ടിഫിക്കേഷൻ ഉണ്ടോ, അല്ല വെറുതെ നമ്മളെ പറ്റിക്കുന്നതാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവിധ സർട്ടിഫിക്കേഷനുള്ള പ്രൊഡക്റ്റാണ്. ISO സർട്ടിഫിക്കേഷൻ, ഹലാൽ സർട്ടിഫിക്കേഷൻ, GMP സർട്ടിഫിക്കേഷൻ, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കേഷൻ, എല്ലാവിധ ഈ സർട്ടിഫിക്കേഷൻ വെറുതെ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ വെറുതെ കിട്ടുള്ളൂ. ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അത് കഴിഞ്ഞാൽ മാത്രമേ ഈ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അത് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അറിയാത്ത ആൾക്കാർ ഇങ്ങനെ പറയും നിങ്ങൾക്ക് വെറുതെ സർട്ടിഫിക്കേഷൻ ഉണ്ടാക്കിക്കൂടെന്ന് പറയുന്ന ആൾക്കാരുണ്ടോ. ഓക്കെ, എല്ലാവിധ സർട്ടിഫിക്കേഷനും ഉണ്ട്. ഈ ഇത്രയും പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചു, 450 പരം പ്രൊഡക്റ്റ് വെറുതെ കാണിച്ചു, കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം പറഞ്ഞു. പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരും പറയാൻ സാധിക്കുന്നുണ്ടാവും. ഓരോ ദിവസവും ഒരു 3-4 പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ എല്ലാ ആഴ്ചകളും സെഷൻ ചെയ്യുന്ന സമയത്ത് 2-3 പ്രൊഡക്റ്റിനെ കുറിച്ച് സെഷൻ ചെയ്യുന്നുണ്ട്. 450 പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നിപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അത് ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു എക്സൈറ്റ്മെൻറ്റ് വരുന്നുണ്ടാവും. അതിൽ നിന്ന് റിസൾട്ടാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടോ. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആവുന്ന സമയത്ത് 9 ടൈപ്പ് വരുമാന കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഒന്ന്, പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ സേവിങ്സ് ഓഫ് കൺസെപ്ഷൻ എന്നിട്ട് 20% ഡിസ്കൗണ്ടിലാണ്. അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെ, ടീം ബിൽഡിംഗ് ബോണസ് 3%, ഡയറക്ടർ ബോണസ് 15%, ഡീലർഷിപ്പ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%. ഇത്രയും വരുമാനം വാങ്ങിക്കുന്ന ആളാണ് ഞാൻ. എലൈറ്റ് ക്ലബ്ബ് ബോണസ് 2%, അതും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സന്തോഷമായി. 9 ടൈപ്പ് വരുമാനമാണ് കമ്പനി ഇതിൽ നമുക്ക് തരുന്നത്. ഇവിടെ സേവിങ്സ് ഓഫ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 120 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ആയാൽ നമുക്ക് 100 രൂപ കിട്ടും, 20 രൂപ അവിടെ ലാഭിക്കാൻ പറ്റും. അതാണ് ഒരു ഫസ്റ്റ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ 5 മുതൽ 16% വരെയാണ്. അത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതും നമ്മളൊരു മറ്റുള്ള വ്യക്തിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്തും പെർഫോമൻസ് ബോണസ് നമുക്ക് തരുന്നുണ്ടാവും. അത് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പം, ഒരു സോപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ 1 പോയിന്റ്, ഒരു പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ 2.5 പോയിന്റാണ്, ഒരു ഡിഷ് വാഷ് വാങ്ങിക്കുമ്പോൾ 4-5 പോയിന്റ് ഉണ്ടാവും, ചായപ്പൊടി വാങ്ങിക്കുമ്പോൾ 4 പോയിന്റ്. ഈ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് പോയിന്റുകൾ കയറി വരുന്നുണ്ടാവും. അതൊരു 600 പോയിന്റ് ആവുന്നത് വരെ നമുക്ക് 5% കമ്മീഷൻ ലെവലാണ്. 600 പോയിന്റ് കഴിഞ്ഞാൽ 8% കമ്മീഷൻ. ഈ 8% ബോണസ് കിട്ടുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. 600 പോയിന്റ് വേണ്ട, ഒരൊറ്റ മാസം 300 പോയിന്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഡിസംബർ മാസം സ്റ്റാർട്ടായി, നാളെ മുതൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു 300 പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് 8% ആവാൻ പറ്റും. ഒരു 750 രൂപയുടെ വൗച്ചറും ചെറിയൊരു ക്യാഷ് ബാക്കും നമുക്ക് അവിടെ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ. ഇനി അഥവാ നിങ്ങൾ ജോയിൻ ചെയ്തു, 2-ാം തീയതി ജോയിൻ ചെയ്തു, 2-ാം തീയതി ഫാസ്റ്റായിട്ട് 8% സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ചെയ്യാം. പക്ഷേ നിങ്ങളുടെ കൂടെ ഒരു 6 വ്യക്തികളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരും ഫാസ്റ്റായിട്ട് 8% ആവും, നിങ്ങൾക്ക് 12% പോകാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് 12% വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ. അതിന് ഫാസ്റ്റായിട്ട് ഒരൊറ്റ മാസം കൊണ്ട് 18,000 രൂപ വരുമാനം ആഗ്രഹമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ 8,000 രൂപ 10,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്കൂലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ടൊരു 18,000 രൂപ വരുമാനം വാങ്ങിക്കും. ഒരൊറ്റ മാസം കൊണ്ട് വാങ്ങിക്കണമെങ്കിൽ 4,500 വർക്ക് ചെയ്താൽ മതി, 4,500 പോയിന്റിൻ്റെ വർക്ക് ചെയ്താൽ മതി. അത്രയും വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ. ഡയറക്ടർ ബോണസ് ഒരു 15% ഉണ്ട്. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബിസിനസ് വരുമ്പോൾ അത് ക്ലിയർ ആയി മനസ്സിലാവുന്നുണ്ടാവും. ഓരോ ലെവൽ അനുസരിച്ച് പെർസെൻറ്റേജ് ഇങ്ങനെ മാറി വരുന്നുണ്ടാവും. അത് പിന്നീട് പറഞ്ഞുതരാം. നമ്മൾ ഓരോ അച്ചീവ് ചെയ്ത ആൾക്കാരാണ് ഇതൊക്കെ, നമ്മുടെ ടീമിലുള്ള ആൾക്കാരാണ്, വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ സിൽവർ ഡയറക്ടർ എന്ന പൊസിഷൻ നമ്മൾ സാധാരണ ഒന്ന് ചെയ്യുമ്പോഴാണ് മറ്റൊന്ന് വളമായി മാറുന്നത്, അല്ലേ? ഇവിടെ അങ്ങനെയല്ല. ഒരാളെ രക്ഷപ്പെടുത്തുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നിങ്ങളെ കൂടെ ആരെങ്കിലും നിങ്ങളെ വിശ്വസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് പ്രൊമോഷനാണ്. അപ്പോൾ ചിന്തിക്കുക, അവരും കൂടെ ഉണ്ടാവും, നിങ്ങളും കൂടെ നിന്ന് അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു വ്യക്തിയെ, ഒരു ഫാമിലിയെ വരുമാനം എത്തിച്ചു കൊടുക്കുക. ഒരു 5,000 രൂപയുടെ അല്ലെങ്കിൽ 8,000 രൂപയുടെ വരുമാനം ആ ഫാമിലിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾ സിൽവർ ഡയറക്ടർ എന്ന പേരിലേക്ക് അറിയപ്പെടുന്ന കമ്പനി നിങ്ങൾ ആ ലെവലിലേക്ക് കൊണ്ടുപോകണം. ആ സമയത്താണ് കമ്പനി വിദേശ യാത്ര പോകാനുള്ള ട്രാവൽ ഫണ്ടും കൂടെ ഒരു 3% എക്സ്ട്രാ തരുവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആദ്യത്തെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ട് ട്രാവൽ ഫണ്ട് കിട്ടുന്നുണ്ട്, ഹൗസ് ഫണ്ട്, ഇതെല്ലാം എങ്ങനെ കിട്ടുന്ന ആർക്കും അറിയില്ല. സാധനം 1000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ ലക്ഷറി ട്രിപ്പൊക്കെ കിട്ടുന്നുമ്പോൾ എങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. ഇതിനെ അങ്ങനെയല്ല, ട്രാവൽ ഫണ്ട് കിട്ടാൻ നമ്മളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന ആൾക്കാരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് തരുന്നുണ്ടാവും. ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ച് വെറുതെ ആളെ കൊണ്ട് സാധനം വാങ്ങിപ്പിച്ച് വിടുന്ന പരിപാടി അല്ല ഇത്. അവരെ വിജയിപ്പിച്ചിട്ട് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്ത് വിടുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ടീം വർക്കോടുകൂടി അവർക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്ത് സിൽവർ ഡയറക്ടറും ഇത് ട്രാവൽ ഫണ്ടും അതോടൊപ്പം ടീം ബിൽഡിംഗ് ബോണസ് വാങ്ങിക്കാനുള്ള അവസരം, അതോടൊപ്പം ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് വാങ്ങിക്കും 18%. ഇത് വലിയൊരു എമൗണ്ട് കേട്ടോ. ആ വ്യക്തിയുടെ ആ ഒരു ഓർഗനൈസേഷനിലെ 1-2 ആൾക്കാരും കൂടെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 18% നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ സാധിക്കും. ഇത് വലിയൊരു എമൗണ്ടാണ്. ഇതാണ് ഈ ലക്ഷക്കണക്കിന് വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ ഈ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് അത് കിട്ടുന്നുണ്ടോ. ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് ഒരൊറ്റ LOB എന്ന് പറഞ്ഞാൽ തന്നെ ലീഡർഷിപ്പ് ബോണസ് എന്ന് പറഞ്ഞാൽ ഒരു 12,000 രൂപ അടുത്ത് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ. 10, 20, 40, 50, 100 LOB ഒക്കെ ഒരു ലെഗിൽ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് ലക്ഷങ്ങൾ വരുമാനമായി മാറുന്നത്.
ഈ ഒരു ലെവലെത്തുമ്പോൾ നമുക്ക് ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിക്കാനൊരു അവസരമുണ്ട് സിൽവർ ഡയറക്ടർ ആവുന്ന സമയത്ത്. അതുപോലെ സ്റ്റാർ ഡയറക്ടർ ആവുന്ന സമയത്ത് നിങ്ങളോടൊപ്പം 1 2 3 വ്യക്തികൾ അസോസിയേഷൻ ചെയ്തിട്ടുണ്ടാവും. ആ വ്യക്തികൾക്കും ഒരു വരുമാനം, മൂന്നാമത്തെ ആൾക്കാർക്കും വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ സ്റ്റാർ ഡയറക്ടറായി മാറും. ആ സമയത്താണ് കമ്പനിയുടെ എക്സ്ട്രാ വരുമാനം, കാർ ഫണ്ട്, നിലക്കാത്ത ഇൻകം. കേട്ടിട്ടുണ്ടോ? നിലക്കാത്ത ഇൻകം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും നിലക്കാത്ത ഇൻകമാണ് കാർ ഫണ്ട്. അത് നിങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ കാലശേഷം നമ്മുടെ മക്കളിലേക്കും അവരുടെ മക്കളിലേക്കും പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇൻകമാണ് കാർ ഫണ്ട്. അത് എല്ലാ മാസം 10-ാം തീയതി ആകുമ്പോൾ കാറിൻ്റെ EMI എത്ര കാർ വേണമെങ്കിലും വാങ്ങിക്കും, ഒരു കുഴപ്പമില്ല. EMI തന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി 5%. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ടേൺ ഓവറിൻ്റെ ലാഭം എല്ലാ മാസം ട്രാവൽ ഫണ്ടും അതോടൊപ്പം കാർ ഫണ്ടും നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നു. കാർ ഫണ്ട് 5% കേട്ടോ. 85,000 രൂപ വരെ മാക്സിമം കാർ ഫണ്ട് ഒരു മാസം ലഭിക്കുന്നുണ്ടാവും. മിനിമം നമുക്ക് എത്ര ചെറിയ രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 800 രൂപ, 900 രൂപ, 1000 രൂപയിൽ തുടങ്ങുന്നുണ്ടാവും ഇൻസ്റ്റാൾമെൻറ്റ്. പക്ഷേ അത് 85,000 രൂപ വരെ മാക്സിമം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഏതൊരു വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് മെർസിഡീസ് ബെൻസ് ആയിക്കോട്ടെ, ഓഡി കാർ ആയിക്കോട്ടെ, പോർഷെ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അതിൽ EMI കമ്പനി പേ ചെയ്യുന്നുണ്ടോ? ഇദ്ദേഹമാണ് മിസ്റ്റർ മനോജ് പാറേജ് സാർ. എൻ്റെ അപ്ലൈൻ മെൻറ്റർ കൂടിയാണ്. ഇദ്ദേഹം ദുബായിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നെ ഈ ബിസിനസ് കണക്ട് ചെയ്ത ദിവസം അന്നാണ് ഈ കാർ വാങ്ങിച്ചത് കേട്ടോ. ഈ കാർ വാങ്ങിക്കുന്ന ഫംഗ്ഷൻ എന്നെ വിളിച്ചു. ഞാൻ വിളിച്ചു എന്നെ വെറുതെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണെന്ന് വെച്ചാൽ ഞാൻ പോയിട്ടില്ല. അന്ന് അവിടെ നല്ല ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പോയിട്ടില്ല, സമയമില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി. പക്ഷേ വൈകുന്നേരം ഗ്രൂപ്പിൽ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാർ കിട്ടുന്നത് സത്യം തന്നെയാണ്, വെറുതെ അല്ലാന്ന് മനസ്സിലായി. അദ്ദേഹം ആ കാർ വാങ്ങിച്ച സമയത്താണ് എനിക്ക് കുറച്ചൊരു വിശ്വാസം വന്നത്. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ബിസിനസ് പഠിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാനും ഒരു കാർ ഫണ്ട് അച്ചീവറാണ്. ഓക്കെ. അതുകൂടാതെ എൻ്റെ ഓർഗനൈസേഷൻ സുരേഷ് അശ്വനി, അദ്ദേഹം കാർ ഫണ്ട് അച്ചീവറാണ്. ഇദ്ദേഹത്തിൻ്റെ മനോജ് സാർ ദുബായിൽ നിന്ന് ഒരു കാർ വാങ്ങിച്ചതിന് ശേഷം നാട്ടിൽ പോയി ഒരു ബൈക്ക് വാങ്ങിച്ചു. ഒരു 3 ലക്ഷം രൂപയുടെ ഹോണ്ടയുടെ ബൈക്ക് വാങ്ങിച്ചു. അതിനുശേഷം 25 ലക്ഷത്തിൻ്റെ വീണ്ടും ഒരു കാർ വാങ്ങിച്ചു നാട്ടിൽ. അപ്പോൾ മൂന്നാമത്തെ വെഹിക്കിളാണ് ദുബായിലെ അബുദാബി വെതർഫോർഡ് എന്ന കമ്പനിയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലെ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറാണ് ഇദ്ദേഹം. ഏകദേശം 20,000 ദിർഹംസോളം ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ആ ജോലി കളഞ്ഞിട്ടാണ് വെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, നമ്മളൊരു പണിയില്ലാതെ ആൾക്കാർ ഈ ബിസിനസ് ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ 20,000 ദിർഹംസ് കാതർച്ചക്കാരൻ 20,000 ദിർഹംസ് ദുബായിലെ ശമ്പളം എന്ന് വെച്ചാൽ ചെറിയ ശമ്പളം എന്നല്ല. ആ ഒരു ജോലി വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടിൽ പോയിട്ട് വെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, ചെറിയ ബിസിനസ് അല്ല നമ്മൾ ഈ ബിസിനസ്. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്ന പൊസിഷനാണ് ഇത്, ക്രൗൺ ഡയറക്ടർ. ഞാൻ ഇതിലേക്ക് ആദ്യം കൊണ്ടുവന്നത് എൻ്റെ ഫ്രണ്ട്സായ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6 വ്യക്തികൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന വെറുതെ അല്ല, അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്തത്. 6 വ്യക്തികൾക്കും വരുമാനം വാങ്ങിച്ചു കൊടുത്ത സമയത്ത് ഞാൻ ക്രൗൺ ഡയറക്ടറായി മാറി. ആ സമയത്താണ് എനിക്ക് കമ്പനി വീട് വെക്കാനുള്ള ഫണ്ടും കൂടെ എക്സ്ട്രാ 3% അതിനോടൊപ്പം നമുക്ക് തരുന്നത്. ഇതുകൂടാതെ നമുക്കറിയാം എലൈറ്റ് ക്ലബ്ബ് ബോണസ് 9ാമത്തെ ഇൻകമായി എലൈറ്റ് ക്ലബ്ബ് ബോണസ് പറഞ്ഞാൽ 8 വ്യക്തികളെ ബിസിനസ്സിൽ നമുക്ക് എത്ര ആൾക്കാർ വേണമെങ്കിൽ ബിസിനസ് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ 7ാമത്തെ 8ാമത്തെ വ്യക്തികൾക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എലൈറ്റ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 1.5 കോടിയൊക്കെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. അവർ കൊണ്ടുവന്ന ടേൺ ഓവറിൻ്റെ വരെ പെർസെൻറ്റേജ് നമുക്ക് വാങ്ങിക്കാൻ അവസരം ഈ ഒരു എലൈറ്റ് ക്ലബ്ബിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. 8 അല്ല 12 കൊണ്ടുവരാം, 16 വ്യക്തികളെ കൊണ്ടുവരാം. 16 വ്യക്തികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ വരാവാൻ ഹയസ്റ്റ് പിന്നെ 10 ലക്ഷം 50 ലക്ഷം 1 കോടിയൊക്കെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷനാണത്. അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഈ ബിസിനസ് നിങ്ങൾക്ക് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഒരു ഐഡിയ എടുത്തുകൊണ്ട് നിങ്ങൾ പല ആൾക്കാരും ഐഡിയ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിരിക്കും. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ഒരൊറ്റ കാര്യം ചിന്തിക്കുക സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്ര ലക്ഷം രൂപക്കുള്ള സാധനം വാങ്ങിച്ചെന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. അതുവഴി നമുക്ക് എന്താണ് പ്രയോജനം കിട്ടിയത്? നമ്മളിങ്ങനെ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് പല സെലിബ്രിറ്റീസുകളും അല്ലെങ്കിൽ TV ചാനലുകളും കച്ചവടക്കാരൊക്കെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം ഒരു കമ്പനി തരുവാണെങ്കിൽ ഒരു പ്രാവശ്യം വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാനാണ് വെസ്റ്റീജ് പറഞ്ഞത്. ഉപയോഗിച്ച് നോക്കിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് 100% അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളൊരു റെഗുലർ കസ്റ്റമറായി മാറുകയും ചെയ്യുന്നുണ്ടാവും. അതുകൂടെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒരു താല്പര്യമില്ലാതെ വന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഈ പ്ലാൻ പ്രസൻറ്റേഷൻ കേൾക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കേട്ട ആളായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് എൻ്റെ ലൈഫായിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. 20 വർഷം ദുബായിൽ ചെയ്ത ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. കാരണം ഇന്ന് നമുക്ക് ജോലിക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. എത്ര ശമ്പളം കിട്ടുന്നു, എത്ര കാലം വാങ്ങിക്കാൻ പറ്റുന്നു, ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ ഒരു ബിസിനസ് അവസരം നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം ഇച്ചിരി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മളെ ജോലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന അതേ പ്രയോറിറ്റി ഈ ഒരു ബിസിനസ്സിന് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു 4 5 ലോയൽ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ട് എന്ന് വെച്ച് പ്രൊഡക്റ്റ് വാങ്ങി വിൽപ്പനയല്ല, ഒരു 4 5 ലോയൽ കസ്റ്റമറെ
നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സത്യസന്ധമായിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ചേച്ചിമാരോടോ ചേട്ടന്മാരോടോ നിങ്ങൾക്ക് ഉപയോഗിച്ച ആ പ്രൊഡക്റ്റിൻ്റെ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ അവർക്ക് ഉപയോഗിക്കുക കൊടുക്കുവാണെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് അവർ നിങ്ങളുടെ കസ്റ്റമറായിട്ടുണ്ടാവും. അതുവഴി നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ അവസരം അവിടെ ലഭിക്കുന്നുണ്ടാവും. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വഴി ഒരു 4, 5, 6 വ്യക്തികളിലേക്ക് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന, നിങ്ങളെപ്പോലെ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ഒരു 5, 6 വ്യക്തികളെ കണ്ടെത്തി അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന വഴി അവിടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് വ്യക്തികളിലേക്ക് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തപ്പോൾ വെറും 6 ആൾക്കാർ എന്നോടൊപ്പം അസോസിയേഷൻ ചെയ്തു. ആ 6 വ്യക്തി വഴി ഇന്ന് 4000-ലധികം ആൾക്കാർ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. 10 ലക്ഷം രൂപക്ക് മേലുള്ള കച്ചവടം ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരൊറ്റ ചെയറിലിരുന്നു കൊണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല, 1 രൂപ പോലും ബസ്സിന് പോലും ഇല്ല, ചിലവില്ല. വീട്ടിലിരുന്ന് എൻ്റെ വീട്ടിലേക്കുള്ള സാധനം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും നല്ലൊരു വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ വന്ന സമയത്ത് ആദ്യത്തെ മാസം 100 രൂപയും 150 രൂപയും 90 രൂപയൊക്കെ വരുമാനം വാങ്ങിച്ച വ്യക്തികളാണ്. ഇന്ന് 30,000, 25,000, 35,000 ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ വളരെ തുച്ഛമായ വരുമാനമാണ് ഈ കമ്പനി കിട്ടുന്നുള്ളൂ. കാരണം ജെന്യൂൻ ആയിട്ടുള്ള വരുമാനമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ചെറിയൊരു ലാഭം, ചെറിയ ടേൺ ഓവറാണ്, ചെറിയ ലാഭമാണ് കിട്ടുന്നുണ്ടാവുക. പക്ഷേ എന്നും നമ്മൾ വാങ്ങിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമായിരിക്കും. പക്ഷെ നമ്മളിലൂടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തുകൊണ്ട് അതിലൂടെ വലിയൊരു ബിസിനസ് ടേൺ ഓവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്ന് മാറി നിന്നാലും ഒരു 3-4 മാസം മാറി നിന്ന് മൊബൈൽ ഓഫായി കഴിഞ്ഞാലും ഈ കുളിക്കുന്ന ആൾക്കാരും പല്ലിയേക്കുന്ന ആൾക്കാരും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. മാസം 10-ാം തീയതി ആകുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത് ലൈഫ് ലോങ് ആയിട്ട് പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയോടൊപ്പം, 20 വർഷമായിട്ടുള്ള ഒരു കമ്പനിയോടൊപ്പം, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയോടൊപ്പം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനൊരു അവസരം കിട്ടുകയാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഐഡിയ ആക്ടിവേഷൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഐഡിയ ആക്ടിവേഷൻ ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുക, ഒരു റെഗുലർ കസ്റ്റമറായി മാറുക. അതിനുശേഷം ഒരു 4-5 ലോയൽ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ പർച്ചേസിങ് എല്ലാ മാസവും ചെയ്യാൻ സാധിക്കുന്ന ലെവലിലും ഒരു 4 മാസം കണ്ടിന്യൂ ചെയ്താൽ 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ലെവലിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. നിങ്ങളുടെ ലോയൽ കസ്റ്റമർ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഈ ഒരു സെയിം സാധനം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ സെയിം പ്രോസസ്സ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഒരു 5-6 വ്യക്തികളെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവർ ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ വരുമാനം അവിടെ കൂടി വരുവാണ്. ഞാൻ എന്താണോ ചെയ്തത്, ഐഡിയ എടുത്തു, എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചു, അതിനുശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു, എനിക്ക് കിട്ടിയ വരുമാനം അവരോട് പറഞ്ഞു, ഇത് ചെറിയൊരു വരുമാനം എനിക്ക് ഇതിനകത്ത് കിട്ടി, ഇത്രയും നല്ല പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്, ഇതിനകത്ത് നല്ലൊരു ബിസിനസ് അവസരമുണ്ട്, നിങ്ങൾ സെയിം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറഞ്ഞ സമയത്താണ് ഇന്ന് 4000-ലധികം ആൾക്കാരിലേക്ക് ഇത് എത്താൻ സാധിച്ചത്. ആ ഒരു ടീമിനോട് അവരെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ പോലും ഈ ബിസിനസ് കളില്ല. ഇന്ന് എനിക്ക് 2-3 ആൾക്കാർ മെസ്സേജ്, സാറേ എനിക്കിനകത്ത് ചെറിയൊരു 1000 രൂപയെങ്കിലും വരുമാനം കിട്ടിയാൽ ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യുന്ന പറഞ്ഞ് 1000 രൂപയ്ക്ക് വേണ്ടി ഈ ബിസിനസ് ആരും ചെയ്യാതിരിക്കുക. ഒരു 50,000 രൂപയോ 1 ലക്ഷം രൂപയോ വരുമാനം ആഗ്രഹിച്ചാൽ ഈ ബിസിനസ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമേ കിട്ടുള്ളൂ, ആഗ്രഹിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഒരു നല്ലൊരു സ്വപ്നമുള്ള വ്യക്തിക്ക്, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തിക്ക്, ഏതൊരാൾക്കാർക്കും ഇതിലൂടെ നല്ലൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. കാരണം 20 വർഷം ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഇന്ത്യയിൽ ഇത്രയും ശക്തമായി പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ വേറൊരു കമ്പനിക്കും ആ ലെവലിൽ പോകാൻ സാധിക്കില്ല. ഇത്രയും നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഈ ഒരു നോർമൽ ആയിട്ടുള്ള വിലയിൽ, ഈ 67 രൂപയ്ക്ക് 100 ഗ്രാം പേസ്റ്റ്, ഇത്രയും നല്ല ക്വാളിറ്റിയുടെ പേസ്റ്റ്, മൗത്ത് അൾസറിനും അതുപോലെ എന്താ പറയുക പല്ല് പൊളിപ്പിനും പല്ലിന് ബ്ലഡ് വരുന്ന സംഭവം ഉണ്ടോ, പല്ല് തേക്കുന്ന സമയത്ത്, അതിനൊക്കെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ടുള്ള പേസ്റ്റ്. TFM 76 മേലുള്ള സോപ്പ് വെറും 50 രൂപയ്ക്ക് കൊടുക്കുന്നു. നല്ല ഒറിജിനൽ ചായൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ 105 രൂപ കൊടുത്ത് നമ്മൾ ചായപ്പൊടി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഇങ്ങനെ പല പല പ്രൊഡക്റ്റുകളുണ്ട്. അതൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ തന്നെ ഒരൊറ്റ പ്രാവശ്യം കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിക്കൊണ്ട് ആ ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് കമ്പനിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കാൻ സാധിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളെ സേഫാക്കി എടുക്കാൻ സാധിക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം 1-2 പ്രാവശ്യം കണ്ടിന്യൂ ഉള്ള മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനോടൊപ്പം നിൽക്കുക. യാതൊരു കാരണവശാലും നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ ഇതിൽ ആൾക്കാരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത് സുഹൃത്തുക്കളെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഇത് ആൾക്കാരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ബിസിനസ് അല്ല. ഇത് നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം സത്യസന്ധമായിട്ട് ഷെയർ ചെയ്യണം. അല്ലാതെ വെറുതെ ഞാൻ ഉപയോഗിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരു ബിസിനസ് അല്ല ഇത്. പ്രൊഡക്റ്റ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന ബിസിനസ് അല്ല, ആവശ്യമുള്ള സാധനം മാത്രം പർച്ചേസ് ചെയ്യുന്ന ബിസിനസ്സാണ്. അതുവഴി വലിയൊരു നെറ്റ്വർക്ക്, വലിയൊരു ടേൺ ഓവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. കാരണം അത്രയ്ക്കും ബെറ്റർ പ്രൊഡക്റ്റാണിത്.
100% റിസൾട്ട് ലഭിക്കുന്ന പ്രൊഡക്റ്റാണ്. ഒരു ഹെൽത്തിയുള്ള വ്യക്തിയായി മാറാൻ, ആരോഗ്യമുള്ള വ്യക്തിയായി മാറാൻ, ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽത്തി പേഴ്സണായി മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നല്ലൊരു പാസീവ് ഇൻകം ക്രിയേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ഒരു ഓർഗനൈസേഷൻ്റെ കൂടെ ഒരു ഐഡിയ എടുത്തുകൊണ്ട് അവരുടെ ടീമിനോടൊപ്പം നിന്നുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും നിങ്ങളുടെ സമൂഹത്തിലേക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും കുറേ ഫാമിലിയിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് ഞാൻ ഇത്രയും എനർജറ്റിക്കായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ വരുമാനം മാത്രം കണ്ടിട്ടല്ല, എന്നോടൊപ്പം ഒരുപാട് ഫാമിലി നല്ല വരുമാനം വാങ്ങിക്കുന്ന അവരുടെ എക്സൈറ്റ്മെൻറ്റ് സന്തോഷം കണ്ടിട്ട് എനിക്ക് ഇത്ര എനർജി വരുന്നത്. അപ്പം നിങ്ങൾക്കും കുറേ ആൾക്കാരെ സഹായിക്കാനും കുറേ ആൾക്കാർക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാനും, കുറേ വ്യക്തികൾ ഇപ്പോൾ അസുഖങ്ങൾ വന്ന ആൾക്കാർ മരുന്നുകൾ കഴിച്ചിട്ടും അസുഖങ്ങൾ മാറാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടുണ്ടാവും. എത്രയോ ആൾക്കാർ എത്രയോ പ്രാവശ്യം മെഡിസിൻ കഴിച്ചിട്ട് മാറ്റം വരാത്ത ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റ് ഹെൽത്ത് സപ്ലിമെൻറ്റേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവർക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അത് ഇതിലേക്ക് വന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക്, പ്രൊഡക്റ്റിൻ്റെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടാവും. ഏകദേശം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു നല്ലൊരു തീരുമാനം എടുക്കുക, ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണെന്ന് മെസ്സേജ് അയക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പോലും നെക്സ്റ്റ് സിറ്റിങ്ങിൽ അടുത്ത പ്രാവശ്യമുള്ള മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് കുറേ പ്രാവശ്യം മനസ്സിലാവുന്നുണ്ടാവും. ഇതിൽ പല ആൾക്കാരും 2-3 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. ആദ്യമായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇനിയുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയി മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു മീറ്റിങ്ങിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് മീറ്റിംഗിൽ അതൊക്കെ ഉണ്ടാവും. നാളെ രാവിലെ 6 മണിക്കുള്ള മീറ്റിങ്ങിൽ എല്ലാ ദിവസവും 6 മണിക്ക് ഇന്ത്യൻ ടൈം 6 മുതൽ 7 മണി വരെ ഇതിൻ്റെ ട്രെയിനിങ് സെഷൻ ഉണ്ടാവും. അതുകൂടാതെ വൈകുന്നേരങ്ങളിൽ ഇന്ത്യൻ ടൈം 8:30 പ്രൊഡക്റ്റിൻ്റെ ട്രെയിനിങ് സെഷൻ ഉണ്ടാവും, സിസ്റ്റം ട്രെയിനിങ് സെഷൻ ഉണ്ടാവും. അതിലേക്കൊക്കെ വരിക. അത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. മിനിമം ഒരാഴ്ചയെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന, ഇതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു. തൽക്കാലം ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇതിൽ കൂടുതൽ ഇന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അടുത്ത സെഷനിൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. താങ്ക് യു. വിഷ് യു വെൽ ആൻഡ് ഗുഡ് നൈറ്റ്.